ഈ അടുത്ത കാലത്ത് തിരൂര് സംഭവമുണ്ടായപ്പോ അതിനോടൊപ്പം ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് മതസംഘടനകൾ രംഗത്ത് വരികയാണ്. തിരൂരിലുണ്ടായ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. തിരൂരിൽ ഇസ്ലാമിക പ്രവർത്തകനായ യാസിർ കൊല ചെയ്യപ്പെടുന്നു. പോലീസിന്റെ പക്ഷപാതിത്വപരമായ കാരണങ്ങളാലോ മറ്റോ അതിന്റെ പ്രതികളെ വെറുതെ വിടുന്നു. കോടതിയിൽ മോശമായ രംഗങ്ങളുണ്ടാകുന്നു. അതിനുശേഷം ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിയായ RSS നേതാവായ രവി തിരൂരിൽ കൊല ചെയ്യപ്പെടുന്നു. കേരള രാഷ്ട്രീയത്തിലോ കേരള സംസ്ഥാനത്തോ ആദ്യത്തെ സംഭവമല്ല. നേരത്തെ ഒരു കൊലപാതകത്തിന്റെ പ്രതി പിന്നീട് കൊല ചെയ്യപ്പെടുക എന്നത് കേരള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായി ചിത്രീകരിക്കുന്ന പോലെയാണ് കാഴ്ചകള്. പക്ഷെ ഇത് ആദ്യത്തെ സംഭവമല്ല. ആ തിരൂരിലെ RSS നേതാവായ രവി കൊല്ലപ്പെട്ടപ്പോ പോലീസ് പറയുന്നു NDF-കാരാണത് ചെയ്തത് എന്ന്. പത്രമാധ്യമങ്ങൾ പറയുന്നു NDF-കാരാണത് ചെയ്തത് എന്ന്. ഇവിടുത്തെ സംഘടനകൾ പറയുന്നു NDF-കാരാണത് ചെയ്തത് എന്ന്. പക്ഷേ RSS എന്താ ചെയ്തത്? സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു, മുസ്ലിങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, ഭീകരാന്തരീക്ഷമുണ്ടാക്കുന്നു. ഇത്തരം ഒരു സാഹചര്യം വന്നപ്പോ RSS-നെതിരെ തിരിയേണ്ട ആളുകൾ, RSS-ന്റെ ആക്രമണ പരമ്പര അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യേണ്ടവർ, RSS-ന്റെ ഭീകരത നാട്ടിൽ ആപത്താണ് എന്ന് തുറന്നു പറയേണ്ട ആളുകൾ RSS-നെതിരെ ഒരക്ഷരം മിണ്ടാതെ NDF-ന്റെ മേൽ കുതിര കയറുന്നു എന്നതാണ് തിരൂരിലുണ്ടായ സംഭവം. RSS-കാരുടെ നിലപാട് വളരെ വ്യക്തമാണ്. അവര് ഉണ്ടായ 925 1-ാം തീയതി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാ. NDF-കാരൻ ശത്രുവാണ് എന്നല്ല പറയുന്നത്, എല്ലാ മുസ്ലിങ്ങളും ശത്രുക്കളാ. NDF-കാരൻ ശത്രുവാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ശത്രുവാണ്, സുന്നികൾ ശത്രുവാണ്, മുജാഹിദുകൾ ശത്രുവാണ്, മുസ്ലിം നാമത്തിൽ ജീവിക്കുന്ന ഏതൊരുത്തരും ശത്രുവാണ്, ലീഗുകാരനും ശത്രുവാണ്. തിരൂരിലുണ്ടായ സംഭവം നമുക്കറിയാം. RSS-കാരനായ രവി കൊല്ലപ്പെടുന്നു. അതിനുശേഷം അവിടെ നിരപരാധികളായ മുസ്ലിങ്ങൾക്ക് നേരെ RSS-കാര് ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം NDF ആണെന്ന് പോലീസും പത്രക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പള്ളിയിലേക്ക് പോകുന്ന, കച്ചവട സ്ഥലത്തേക്ക് പോകുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ നേരെ ആക്രമണം അഴിച്ചുവിടുകയും വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോ ഒരിക്കലും തന്നെ RSS ചെയ്യുന്നത് അക്രമമാണ് എന്ന് ഒരു ഹിന്ദു സംഘടനയും ആരോപിച്ചിട്ടില്ല. RSS-നെ ഒറ്റപ്പെടുത്തണമെന്ന് ഒരൊറ്റ ഹിന്ദു സംഘടനയും ആഹ്വാനം ചെയ്യുകയോ പ്രമേയം പാസാക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ RSS-നെ വിമർശിക്കാതെ ഹിന്ദു സംഘടനകൾ മാറി നിൽക്കുമ്പോൾ മുസ്ലിം സംഘടനകൾ അക്രമം അഴിച്ചുവിടുന്ന, ഭീകര താണ്ഡവമാടുന്ന RSS-നെതിരെ ശബ്ദിച്ചില്ലെന്ന് മാത്രമല്ല, മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം NDF ആണ് അപകടകാരി എന്ന് പറയാനുള്ള ഒരു രീതി, NDF ആണ് അപകടം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. പലപ്പോഴും തന്നെ മുസ്ലിം സമുദായത്തോടൊപ്പം നിൽക്കുന്നതിനു പകരം ശത്രുക്കൾക്ക് ശക്തി പകരുന്ന രീതിയിൽ, RSS-നെ സഹായിക്കുന്ന രീതിയിൽ മുസ്ലിം സംഘടനകൾ തീരുമാനമെടുക്കുന്നു എന്നത് RSS-ന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നതിൽ സംശയമില്ല. RSS-കാരെ സഹോദരന്മാര് എന്ന് അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. ഗുജറാത്ത് കലാപം കഴിഞ്ഞ് രാഷ്ട്രീയക്കാര് പോലും RSS-നെ മാറ്റി നിർത്തിയപ്പോ ഗുജറാത്ത് കലാപത്തിന് ശേഷമുണ്ടായ പെരുന്നാൾ നമസ്കാരത്തിലെ ഈദ്ഗാഹിൽ RSS നേതാക്കന്മാരെ കാഴ്ചക്കാരായി കൊണ്ടുവന്ന് മതസൗഹാർദ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു. ഹിന്ദുക്കളല്ല കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ NSS-കാരെ കൊണ്ടുവരാ, SNDP-കാരെ കൊണ്ടുവരാ, നാട്ടിലെ രാഷ്ട്രീയക്കാരായ ഹിന്ദുക്കളെ കൊണ്ടുവരാ. ഇവരാരും കൊടുന്നില്ല, RSS-കാരെ കൊണ്ടുവന്നു. കാരണം തെളിയിക്കണ്ടേ ഞങ്ങളുടെ ഖുതുബയിൽ തീവ്രവാദമില്ല എന്ന്. എന്തിന്? വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന നമസ്കാരത്തിലേക്ക് വരെ RSS-ന്റെ നേതാക്കന്മാരെ കൊണ്ടുവന്നു കാഴ്ചക്കാരായിട്ട്. സാധാരണക്കാരായ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ നമ്മളെ നേതാക്കന്മാര് പറയണത് ശരിയാവും, ഇവർക്ക് NDF-കാരോട് തന്നെ ദേഷ്യം ഉണ്ടാവുള്ളൂ എന്നവർ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കി. RSS-കാരൻ കുഴപ്പക്കാരനല്ല എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ആളുകൾ വളരെ സമാധാനത്തോടു കൂടിയാണെന്ന് വിചാരിച്ചു മുന്നോട്ട് പോയി. പള്ളിയിലേക്ക് പോകുന്നവൻ പള്ളിയിലേക്ക് പോയി, കച്ചവട സ്ഥലത്തേക്ക് പോകുന്നവൻ കച്ചവടത്തിന് പോയി.